ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും വിവിധ തരത്തിലുള്ള വായനകളിലൂടെ ജാതി സെൻസസിനെ സംബന്ധിച്ചും പ്രാതിനിധ്യ ജനാധിപത്യത്തെ സംബന്ധിച്ചും റിസർവേഷൻ അതിൻ്റെ ഘടനയെ, ഈ രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ ഘടനയെ അസമത്വം സഹിക്കുന്നവർ തകർക്കുമെന്ന് 1949 നവംബർ 25 മഹാസഭ അസംബ്ലിയിൽ വെച്ച് തന്നെ പറയുണ്ടായി. ശ്രീനാരായണഗുരുവിൻ്റെയും കണ്ടൻകുമാരൻ്റെയും കുറുമ്പൻ ദൈവത്താൻ്റെയും ഒക്കെ ഫോട്ടോ വെക്കുകയും ബ്രാഹ്മണിക്കൽ സെറിമണീസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആ സമരം വളരെ ശക്തമാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിഷ്കരണം അസാധ്യമാണ്. ഈ സെമിനാറിൻ്റെ ഏറ്റവും പ്രിയങ്കനായ മോഡറേറ്റർ പ്രിയപ്പെട്ട ലിതേഷ്, വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട സന്തോഷ് ആലത്തമ്പാടൻ, ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ, എന്നോടൊപ്പം വേദിയിലായിരിക്കുന്ന പ്രമുഖ ചിന്തകനും അംബേദ്കറൈറ്റും പ്രഭാഷകനുമായ ഏറ്റവും ബഹുമാന്യനായ പ്രിയപ്പെട്ട കെ അംബുജാക്ഷൻ അവർകൾ, എൻ്റെ പ്രിയ സുഹൃത്ത് ഷാജി കെ അനാലി, പ്രിയപ്പെട്ട രാജീവ്, സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹാഭിവാദനങ്ങൾ. ഈ സെമിനാറിൽ പങ്കെടുക്കാനും ഇവിടെ എത്തിച്ചേരാനും ഇങ്ങനൊരു അവസരം ഒരുക്കിയ, വേദിയെ സജ്ജമാക്കിയ ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരോട്, അതിൻ്റെ സംവിധായകരോട് ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും കാലിക പ്രസക്തമായ, രാജ്യത്തുടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം, ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നാം ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും വിവിധ തരത്തിലുള്ള വായനകളിലൂടെ ജാതി സെൻസസിനെ സംബന്ധിച്ചും പ്രാതിനിധ്യ ജനാധിപത്യത്തെ സംബന്ധിച്ചും റിസർവേഷനെ സംബന്ധിച്ചും ഒക്കെ വിവിധ തരത്തിലുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബീഹാറിലും തെലങ്കാനയിലും കർണാടകയിലുമൊക്കെ സെൻസസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ വന്ന സ്ഥിതിക്ക് അനുബന്ധമായ ചർച്ചകളൊക്കെ എന്നോടൊപ്പം തന്നെ നമ്മുടെ ഇടയിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സ്വജനപക്ഷപാതം, നെപ്പോട്ടിസവുമായി ബന്ധപ്പെട്ട് പ്രാതിനിധ്യ ജനാധിപത്യത്തെ അവതരിപ്പിച്ചുകൊണ്ട് ജാതി സെൻസസിൻ്റെ സാമൂഹികമായ പ്രസക്തിയും പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ ഭരണഘടനാപരമായ പ്രസക്തിയെക്കുറിച്ച് നിരന്തരമായി കേരളത്തിലുടനീളം ഇങ്ങനെയുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഈ കൂട്ടായ്മയെ ആദ്യമായി അഭിനന്ദിക്കുക. നമുക്കറിയാം, ഭരണഘടന ഉയർത്തുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതിയുണ്ട്. ഭരണഘടനയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു സാമൂഹ്യമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ ഒരു നീതി, അത് നമുക്കറിയാം. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി ബിഫോർ ലോ. ഈ രാജ്യത്തെ എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്നുള്ള ഒരു ഭരണഘടന. അങ്ങനല്ലായിരുന്നു ഈ രാജ്യത്തെ ആളുകൾ. നമുക്കറിയാം, ഈ രാജ്യത്തെ ആളുകൾ തുല്യരല്ലാതെ, മനുഷ്യരല്ലാതെ പരിഗണിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനുസ്മൃതി കത്തിച്ചുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ ഈ രാജ്യത്തെ ജനങ്ങളോട് ഉച്ചൈസ്തരം ഘോഷിച്ച ഒരു സത്യം, എല്ലാവരെയും മനുഷ്യരായി കാണുന്ന, തുല്യനീതി നടപ്പിലാക്കുന്ന ഒരു ഭരണഘടന ഉണ്ടാകുമെന്നുള്ളതാണ്.
അതുകൊണ്ട് ഈ രാജ്യത്തിലെ മനുഷ്യർക്ക്, പ്രത്യേകിച്ച് ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ സമൂഹത്തിന് ഒരു സെക്യുലർ ഐഡന്റിറ്റി നൽകിയത് ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് മുമ്പുള്ള ഈ രാജ്യത്തിലെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും അവരോഹണക്രമത്തിൽ അനാദരിക്കപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും കിരാതമായ ജാതി വ്യവസ്ഥ നിലനിന്ന ഒരു നാട്. ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥയുടെയും ശുദ്ധ അശുദ്ധ നിയമങ്ങളുടെയും ഒക്കെ മാരകമായ പ്രഹരമേറ്റ് ജീവിച്ച ഒരു കൂട്ടം ആളുകൾ. ഈ റോഡിലൂടെ കാളയ്ക്കും കഴുതയ്ക്കും പോകാൻ മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. പൊതുക്കിണറ്റിലെ വെള്ളം നായ്ക്കും നരിക്കും കുടിക്കാൻ മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. വഴി നടക്കാൻ, പള്ളിക്കൂടത്തിൽ പോകാൻ, വെള്ളവസ്ത്രം ധരിക്കാൻ, വടി പിടിക്കാൻ, കുട പിടിക്കാൻ, ചെരിപ്പിടാൻ അനുവാദമില്ലാത്ത മനുഷ്യരുടെ നാട്. കണ്ണൻ ചിരട്ടയിൽ കഞ്ഞി കുടിക്കേണ്ടി വന്ന അടിയാളന്മാരുടെ ജീവിതം. ഉപ്പെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മനുഷ്യനെ തെങ്ങിൽ കെട്ടിയിട്ട് അതിദാരുണമായി അടിച്ച് കൊലപ്പെടുത്തിയ ഒരു നാട്. അതായിരുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥ. പാമ്പിനും പഴുതാരയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും പുൽച്ചെടിക്കും പൂമ്പാറ്റയ്ക്കും പോലും സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് മനുഷ്യനൊരു സ്വാതന്ത്ര്യമില്ലാതിരുന്നു. എന്നാൽ ആ മനുഷ്യ സമൂഹത്തിന് ഒരു സെക്യുലർ ഐഡന്റിറ്റി നൽകി സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികമായ നീതി നൽകിയത് ഭരണഘടനയാണ്. നിങ്ങൾ തുല്യരാണ്. പ്രജ എന്ന സംജ്ഞയിൽ നിന്ന് പൗരൻ എന്ന് പറയുന്ന എല്ലാ അവകാശങ്ങളിലേക്ക് മനുഷ്യൻ വരികയാണ്. അവൻ പൗരനാണ്. രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ എല്ലാ അവകാശങ്ങൾ, രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വോട്ടുകൾക്ക് തുല്യ വിലയാണ്, തുല്യ അധികാരമാണ്. ആ രാഷ്ട്രീയ ജനാധിപത്യം സംജാതമായ ഈ നാട്ടിൽ രാഷ്ട്രീയ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും സാമൂഹികമായ സാമ്പത്തികമായ അസമത്വം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അവിടെയാണ് സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ പ്രസക്തി ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഭരണഘടനയിൽ വളരെ വ്യക്തമായി ആർട്ടിക്കിൾ 15 ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, റേസിന്റെ, കാസ്റ്റിന്റെ, ജെൻഡറിന്റെ, ബർത്ത് പ്ലേസിന്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഭരണകൂടം ഈ രാജ്യത്തെ പൗരനോട് ഒരു തരത്തിലുള്ള വിവേചനം കാണിക്കാൻ പാടില്ല. അങ്ങനെ വളരെ കൃത്യമായി ഭരണഘടന നൽകിയിട്ടുള്ള സാമൂഹ്യ നീതിയുടെ ഒരു രാഷ്ട്രീയം തന്നെയുണ്ട്. അത് ഭരണകൂടം സ്റ്റേറ്റ് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് നടപ്പിലാക്കുന്നില്ല. ആർട്ടിക്കിൾ 15(4) സ്പെഷ്യൽ പ്രൊവിഷൻ തന്നെയാണ്. 16(4) റിസർവേഷനുമായി ബന്ധപ്പെട്ട്, 38(2) സോഷ്യൽ ഓർഡർ തെറ്റാതെ എങ്ങനെയാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആർട്ടിക്കിൾ 46 അവിടെ വീക്കർ സെക്ഷനുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി, സാമൂഹ്യമായി, വിദ്യാഭ്യാസപരമായി ആരെങ്കിലും ഈ തിരിച്ചടികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള സ്റ്റേറ്റ് ഉത്തരവാദിത്വമുണ്ട് എന്ന് കൃത്യമായി പറയുന്നു. ഇത് മനസ്സിലാക്കുമ്പോൾ 341 രാഷ്ട്രപതിക്ക് പ്രത്യേകമായ കമ്മീഷൻ തന്നെ രൂപീകരിക്കാൻ അധികാരം കൊടുക്കുന്ന തരത്തിലേക്ക് ഏറ്റവും മനോഹരമായ ഭരണഘടനയിലെ വ്യവസ്ഥകൾ അത് നിൽക്കുമ്പോഴാണ് 9 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിൽക്കുന്ന ഒരു ഡേറ്റ വെച്ചുകൊണ്ടാണ് ഇന്ന് അതിനുശേഷം രാജ്യം എത്രത്തോളം വളർന്നു, ഈ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇവിടുത്തെ ഡെമോഗ്രാഫി, ഇതിലൊക്കെ എന്തെല്ലാം വ്യത്യാസമുണ്ടായി എന്ന് മനസ്സിലാക്കാതെ 9 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തയ്യാറാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇപ്പോഴും പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം അശാസ്ത്രീയമാണ്, സാമൂഹ്യനീതിക്ക് നിരക്കാത്തതാണ് നമ്മൾ മനസ്സിലാക്കണം. 9 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വിവരം, അതിലെ കണക്കുകൾ, സോഷ്യൽ എക്കണോമിക്കൽ സർവേയുടെ കണക്കുകൾ, ഡേറ്റ വെച്ചുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുക മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ പൊതു സമ്പത്ത് വിതരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ശാസ്ത്രീയമാണ്. അതുകൊണ്ട് തന്നെയാണ് അർഹമായ ജനവിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി അവരുടെ അവസരങ്ങൾ നിഷേധിക്കുന്ന നിലവിലെ സ്ഥിതിവിശേഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ അതീവ ഗൗരവമായി സോഷ്യൽ എക്കണോമിക്കൽ സർവേ ഉണ്ടാകണം. കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ
കൃത്യമായി ജാതിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തെളിവുകൾ പുറത്തുവിടണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നത്. ജാതി സെൻസസ് എന്തായാലും ഉണ്ടാകും, കാരണം കേന്ദ്ര സർക്കാർ അതിൽ പ്രഖ്യാപിച്ചതാണ്. 2 ഘട്ടങ്ങളിലായിട്ട് അത് ഉണ്ടാകും. പക്ഷേ ബീഹാറിലെയും കർണാടകയിലെയും തെലങ്കാനയിലെയും റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. എങ്ങനെയാണ് പ്രാതിനിധ്യ ജനാധിപത്യം നടപ്പിലായില്ലെങ്കിൽ സവർണ ഒളിഗാർക്കി എങ്ങനെയാണ് ഭരണത്തെ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കൃത്യമായി ആ റിപ്പോർട്ടുകൾ പുറത്തു പറയുന്നുണ്ട്. 1949 നവംബർ മാസം 25-ാം തീയതി ഭരണഘടനാ അസംബ്ലി വെച്ച് ബാബാ സാഹിബ് അത് ഉന്നയിക്കുന്നുണ്ട്. നാം വൈരുദ്ധ്യങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. 1950 ജനുവരി 26 ഭരണഘടന വരുമ്പോൾ നാം ഒരു വൈരുദ്ധ്യങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. വൈരുദ്ധ്യങ്ങളുടെ ഈ ജീവിതം തുടർന്നാൽ, ഏറെക്കാലം അത് തുടർന്നാൽ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യം തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് അത് വേഗത്തിൽ ഇല്ലാതാക്കണം. വൈരുദ്ധ്യങ്ങൾ വേഗത്തിൽ ഇല്ലാതാക്കണം. അല്ലെങ്കിൽ ഈ സഭ, ഈ അസംബ്ലി, ഭരണഘടനാ അസംബ്ലി അധ്വാനിച്ച് കെട്ടിപ്പടുത്ത രാഷ്ട്രീയ ജനാധിപത്യം, അതിൻ്റെ ഘടനയെ, ഈ രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ ഘടനയെ അസമത്വം സഹിക്കുന്നവർ തകർക്കുമെന്ന് 1949 നവംബർ 25 ബാബാസാഹിബ് അസംബ്ലിയിൽ വെച്ച് തന്നെ പറയുണ്ടായി. ഈ അസമത്വത്തിൻ്റെ ഇരകൾ ആ ഘടനയെ തകർക്കും. ഏതിൻ്റെ രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ ഘടനയെ തകർക്കും. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന ഈ ദുസ്സഹമായ ജീവിതം മാറണമെങ്കിൽ സാമൂഹ്യ ജനാധിപത്യം യാഥാർത്ഥ്യമാകണം. സാമൂഹ്യ ജനാധിപത്യം യാഥാർത്ഥ്യമാകത്തിടത്തോളം കാലം രാഷ്ട്രീയ ജനാധിപത്യം കൊണ്ട് ഒരു ഗുണമുണ്ടാകുകയില്ല. നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും വോട്ടിന് ഒരേ വിലയാണ്, ഒരേ വാല്യാണ്. പക്ഷേ ആ രാഷ്ട്രീയ ജനാധിപത്യം അനുഭവിക്കുമ്പോൾ തന്നെ സാമ്പത്തികവും സാമൂഹികമായ അസമത്വം നാം അനുഭവിക്കുന്നു. അതുകൊണ്ട് ഈ അസമത്വങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ജാതിയാണെന്നും ആ ജാതിയുടെ നിർമൂലനത്തിലൂടെ മാത്രമേ, അതിൻ്റെ നിരാകരണത്തിലൂടെ, നശീകരണത്തിലൂടെ മാത്രമേ സാമൂഹ്യ ജനാധിപത്യം കരഗതമാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ബാബാ സാഹിബ് നിരീക്ഷിച്ചത്. അസമത്വങ്ങളുടെ അടിസ്ഥാനം ജാതിയാണ്. അതിനെ യാഥാർത്ഥ്യബോധത്തോട് കൃത്യമായി അഡ്രസ്സ് ചെയ്യാതെ, അഭിസംബോധന ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയില്ല. ആ ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥയുടെ ശുദ്ധാശുദ്ധ ബോധത്തെയും അതിൻ്റെ പ്രപഞ്ച വീക്ഷണത്തെയും കൃത്യമായി തന്നെ തകർക്കാതെ നമുക്ക് ഒരിക്കലും ഈ സാമൂഹിക ജനാധിപത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സമത്വത്തിലും സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായ ഒരു പ്രബുദ്ധമായ ഇന്ത്യ സൃഷ്ടിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അവിടെയാണ് കൃത്യമായി സമരം ആരംഭിക്കേണ്ടത്, ജാതിവിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് ബ്രാഹ്മണ്യത്തെ മതേതരവൽക്കരിക്കുന്ന, ബ്രാഹ്മണ്യത്തെ ജനാധിപത്യവൽക്കരിക്കുന്ന, ഹിന്ദുമതത്തെ പരിഷ്കരിക്കുന്ന പരിപാടികളുമായിട്ടാണ് പലരും മുന്നോട്ട് പോയിരിക്കുന്നത്. ഇന്ന് ബ്രാഹ്മണ്യത്തിൽ വിപ്ലവം തേടുന്ന ആളുകൾ മിത്തുകളിലും ടെസ്റ്റുകളിലും ലെജൻഡുകളിലും വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ വിപ്ലവം തേടുന്ന സാംസ്കാരിക ബുദ്ധിജീവികളാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ അമ്പരപ്പിക്കുന്ന വാർത്തകൾ കണ്ടു. ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളുമായി പന്ന്യൻ രവീന്ദ്രനെ പോലെ, മുല്ലക്ക് രത്നാകരനെ പോലെ, സുനിൽ ഇളയിടത്തെ പോലെ ആളുകളെല്ലാം മതപ്രഭാഷണം നടത്തുകയാണ്. എങ്ങനെയാണ് സാംസ്കാരിക ബുദ്ധിജീവികൾക്ക് ബ്രാഹ്മണ്യത്തിൽ വിപ്ലവം കണ്ടെത്താൻ കഴിയുന്നത്? ജാതിവിരുദ്ധ സമരം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തെ മതേതരവൽക്കരിക്കുകയല്ല. ജാതിവിരുദ്ധ സമരം എന്ന് പറയുന്നത് ഹിന്ദുത്വയെ ജനാധിപത്യവൽക്കരിക്കുകയല്ല. ഹിന്ദുത്വത്തെ പരിഷ്കരിക്കുന്ന പരിപാടിയല്ല ജാതിവിരുദ്ധ സമരം എന്ന് പറയുന്നത്. അതിനെ പരിഷ്കരിക്കാൻ കഴിയത്തില്ല, അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ബാബാ സാഹിബ് തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അതിനെ കൃത്യമായി എറിഞ്ഞുടയ്ക്കുക തന്നെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം തന്നെയാണ്. ആ ഒരു തരത്തിലേക്ക് കഴിഞ്ഞ ദിവസം അതിനെക്കാട്ടി രസകരമായ ഒരു വാർത്ത കണ്ടത്, ഈ ദേവസ്ഥാനത്ത് ജനാധിപത്യവൽക്കരണം വേണമെന്നുള്ളൊരു സ്റ്റേറ്റുമില്ല. ദേവസ്ഥാനത്ത് ജനാധിപത്യവൽക്കരണം നടക്കത്തില്ല. കാരണം ദേവന്മാരുടെ ലോകത്ത് മനുഷ്യരില്ല.
ദേവലോകത്ത് തിയോക്രസി നടക്കുന്നുള്ളൂ. തിയോക്രസി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തിയോക്രാറ്റിക് റൂളിങ്ങേ ദേവസ്ഥാനത്ത് നടക്കുന്നുള്ളൂ. ബ്രാഹ്മണിക പ്രീസ്റ്റ്ഹുഡാണ്. ദേവലോകത്ത് മനുഷ്യരില്ല, മനുഷ്യരുള്ളിടത്ത് മാത്രമേ ജനാധിപത്യം നടക്കത്തുള്ളൂ. അതുകൊണ്ട് ദേവസ്ഥാനത്ത് ജനാധിപത്യവൽക്കരണം നടക്കും എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു പാഴ്ക്കിനാവ് തന്നെയാണ്. കാരണം ഒരു തരത്തിലുള്ള ജനാധിപത്യവൽക്കരണം നടക്കത്തില്ല. ഒരു തരത്തിലുള്ള ജനാധിപത്യവൽക്കരണം നടക്കാൻ അസാധ്യമാകും വണ്ണം ബ്രാഹ്മണിക്കൽ ഹൈറാർക്കി, പൗരോഹിത്യ മേൽക്കോയ്മ അതിന് തടസ്സം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ BR അംബേദ്കർ ബാബാ സാഹിബ് മതം മാറാൻ തന്നെ തീരുമാനിച്ചത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സമത്വത്തിനും സാഹോദര്യത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരാണ് ബ്രാഹ്മണ്യക്രമങ്ങളെന്ന് ആദ്യം മനസ്സിലാക്കണം. ബ്രാഹ്മണ്യക്രമങ്ങളെ സമത്വത്തിനും സാഹോദര്യത്തിനും സ്വാതന്ത്ര്യത്തിനും ഇതിൻ്റെ ശത്രുവായിട്ടാണ് ബാബാ സാഹിബ് നിരീക്ഷിച്ചത്. അതുകൊണ്ട് ജാതിയിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട്, ജാതി സംഘാടനം നടത്തിക്കൊണ്ട്, ജാതിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ബ്രാഹ്മണ്യത്തെ ശക്തിപ്പെടുത്തുകയാണ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ബ്രാഹ്മണ്യം നടപ്പിലാക്കാൻ ബ്രാഹ്മണം വേണമെന്നില്ല. ബ്രാഹ്മണ്യം നടപ്പിലാക്കാൻ PK വേലായുധനും PC ജോർജിനും പറ്റും. കാരണം ബ്രാഹ്മണ്യം നടപ്പിലാക്കാൻ ബ്രാഹ്മണൻ വേണമെന്നില്ല. മനസ്സിലായില്ല? ബ്രാഹ്മണ്യം നടപ്പിലാക്കാൻ ദളിതനും പറ്റും. കാരണം അതൊരു പ്രത്യയശാസ്ത്രമാണ്, അതൊരു ആചാര വ്യവസ്ഥയാണ്, അതൊരു മാനസികാവസ്ഥയാണ്, അതൊരു പൗരോഹിത്യ ശീലങ്ങളാണ്, അതൊരു സെറിമോണിയാണ്, അത് റിലീജിയസ് റിച്വൽസ് ആണ്. അത് കൃത്യമായി നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഗൗരവമായി നിസ്സാരമല്ല ഈ വിഷയം. ജാതിക്കെതിരെയുള്ള സമരം നിസ്സാരമായി നമ്മളതിനെ കാണരുത്. അതുകൊണ്ട് ഹിന്ദുത്വയിൽ ജനാധിപത്യവൽക്കരണം അസാധ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പൗരോഹിത്യ സമഗ്രാധിപത്യത്തിന് കീഴിൽ നിൽക്കുന്ന ഇത്തരമുള്ള ശീലങ്ങളെ ജനാധിപത്യം വിളിക്കാൻ പറ്റത്തില്ല. അത് ചീമൊട്ടയ്ക്ക് നമ്മൾ വെള്ളപ്പെയിൻ്റ് അടിക്കുന്ന പോലെയാണ്. ചീമൊട്ട എങ്ങനെയാണ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുക? ചീമൊട്ട നമുക്ക് വൈറ്റ് വാഷ് ചെയ്ത് വെളുപ്പിക്കാം എന്ന് പറയുന്നത് പോലെയാണ് ദേവസ്ഥാനത്തും ജനാധിപത്യവൽക്കരണം വേണമെന്ന് പറയുന്നത്. അത് അസാധ്യമാണ്. ജാതിയെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ബ്രാഹ്മണിക്കൽ ആചാരങ്ങളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, ബ്രാഹ്മണ്യത്തെ ഒരു വശത്തൂടെ ആശ്ലേഷിച്ചുകൊണ്ട് ജാതി വിരുദ്ധ സമരം അസാധ്യമാണ്. അതറിയണമെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ മതം മാറിയപ്പോൾ ചൊല്ലിക്കൊടുത്ത 22 ഓത്തുണ്ട്. 22 ഓത്ത്സ് ഓഫ് ഡോക്ടർ BR അംബേദ്കർ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എൻ്റെ കയ്യിലുള്ളത് 22 എണ്ണം. ആദ്യത്തിലെ 6 എണ്ണം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഒക്ടോബർ 14 അദ്ദേഹം മതം മാറിയിട്ട് 69 വർഷം പൂർത്തീകരിക്കുകയായിരുന്നു. 1956 ഒക്ടോബർ മാസം 14-ാം തീയതിയിൽ ദീക്ഷാഭൂമിയിൽ വെച്ച് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുമായി മതം മാറുമ്പോൾ അവർക്ക് ചൊല്ലിക്കൊടുത്ത 22 ഓത്തുണ്ട്. അതിൽ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തത് I shall have no faith in Brahma, Vishnu and Mahesh, nor shall I worship them. രണ്ടാമത്തെ I shall have no faith in Rama and Krishna, who are believed to be incarnation of God, nor shall I worship them. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. I do not believe the incarnation of God. എട്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. I shall not allow any ceremonies to be performed by Brahmins. അതാണ് എട്ടാമത്തത്. എന്ന് പറഞ്ഞാൽ എട്ടാമത്തത് I will not perform any rituals to be performed by Brahmins. ബ്രാഹ്മിൻസിന്റെ ഒരു സെറിമണീസും ഞാൻ പ്രാക്ടീസ് ചെയ്യത്തില്ല. അതാണ് എട്ടാമത്. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു വശത്തോട് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ജാതിവിരുദ്ധ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? അതാണ് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് സാമുദായിക സംഘടനകൾ നവോത്ഥാന മൂല്യങ്ങളെ മുറുകെ പിടിക്കണം. അത് വ്യവസ്ഥാപിതമാകുന്നു, പാരമ്പര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. അയ്യങ്കാളിയുടെയും ബാബാ സാഹിബിൻ്റെയും
ശ്രീനാരായണഗുരുവിൻ്റെയും കണ്ടൻകുമാരൻ്റെയും കുറുമ്പൻ ദൈവത്താൻ്റെയും ഒക്കെ ഫോട്ടോ വെക്കുകയും ബ്രാഹ്മണിക്കൽ സെറിമണീസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഈ രണ്ട് പരിപാടി ഒരിക്കലും പറ്റത്തില്ല. ഒന്നുകിൽ ഈ ഫോട്ടോ മാറ്റണം, എന്നിട്ട് സർവർക്കറേയും ശ്യാമപ്രസാദ് മുഖർജിയുടെയും ഫോട്ടോ വെക്കണം. അയ്യങ്കാളിയുടെയും അംബേദ്കറിൻ്റെയും കാവാരിക്കുളം കണ്ടൻകുമാരൻ്റെയും വഴിയിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കൃത്യമായി ജാതിവിരുദ്ധമായ വഴിയിലൂടെ സഞ്ചരിക്കാനും കൃത്യമായി ബ്രാഹ്മണ്യത്തിനെതിരെ, അതിലെ ഹൈറാർക്കിക്കെതിരെ, അതിൻ്റെ ശീലങ്ങൾക്കെതിരെ, അതിൻ്റെ പാരമ്പര്യ തത്വങ്ങൾക്കെതിരെ കൃത്യമായി നിലപാടെടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. വലിയൊരു പ്രശ്നമാണിത്, വലിയൊരു പ്രതിസന്ധിയാണിത്. അതുകൊണ്ട് അവിടെയാണ് വിഷയം. പൊളിറ്റിക്കൽ ഹിന്ദുസിനെതിരെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. അമിത് സാർ ഡീപ്പായിട്ട് നമ്മുടെ സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം. അതിൻ്റെ ഒരു ഇൻട്രോ മാത്രമേ പറയുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട്, ജാതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊളിറ്റിക്കൽ ഹിന്ദുത്വമായി യുദ്ധം ചെയ്യാൻ എല്ലാവരും വലിയ തയ്യാറാണ്. എല്ലാവരും പൊളിറ്റിക്കൽ ഹിന്ദുത്വത്തെ എതിർക്കും, സംഘപരിവാറിൻ്റെ അജണ്ടകളെ എതിർക്കും. RSS മുന്നോട്ട് വെക്കുന്ന എല്ലാ തരത്തിലുള്ള സമഗ്രാധിപത്യ അജണ്ടകളെയും അതിൻ്റെ മെജോറിറ്റേറിയനിസത്തെ എല്ലാവരും എതിർക്കും. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ സാംസ്കാരിക ഹിന്ദുത്വയ്ക്ക് കീഴ്പ്പെടും. അറിഞ്ഞോ അറിയാതെയോ സാംസ്കാരിക ഹിന്ദുത്വയ്ക്ക് കീഴ്പ്പെടും. എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഹിന്ദുത്വം ഇവിടെ വളർന്നത്? പൊളിറ്റിക്കൽ ഹിന്ദുത്വം ഈ രാജ്യത്ത് വളർന്നത് സാംസ്കാരിക ഹിന്ദുത്വ ഒഴിച്ചു കൊടുത്ത വെള്ളവും വളവും ഊറ്റിക്കുടിച്ച് അതിൽ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ടാണ് ഈ 100ാം ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി 100 കൊല്ലം കഴിഞ്ഞപ്പോൾ പൊളിറ്റിക്കൽ ഹിന്ദുത്വം ഈ രാജ്യത്ത് വളർന്നത് സാംസ്കാരിക ഹിന്ദുത്വം ഒഴിച്ചു കൊടുത്ത വെള്ളവും വളവും ഊറ്റിക്കുടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് സാംസ്കാരിക ഹിന്ദുത്വയ്ക്ക് കീഴ്പ്പെടുന്ന ഒരാൾക്ക് പൊളിറ്റിക്കൽ ഹിന്ദുത്വയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സമുദായങ്ങൾ കേവല സാമുദായിക പരിഷ്കരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് ചുരുങ്ങുകയും നവോത്ഥാനം മുന്നോട്ട് വെച്ച കൃത്യമായ ജാതി വിരുദ്ധമായ സമരത്തെ ഏറ്റെടുക്കാൻ ആ കാലഘട്ടങ്ങളിൽ പോലും വലിയ പരിമിതികളുണ്ടായി. നവോത്ഥാനത്തിൻ്റെ 2ാം ഘട്ടം കേവല ഒരു സാമുദായിക പരിഷ്കരണമായി അത് അവസാനിക്കുകയാണ് ഉണ്ടായത്. സ്ത്രീ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും മാനവിരുദ്ധവുമായ നിയമങ്ങൾക്കെതിരെ ശക്തമായ പൗര നിയമങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ജനാധിപത്യ നിയമങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സമത്വത്തിലും സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായ പുതിയ ആധുനികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നവോത്ഥാനം ശക്തമായി മുന്നോട്ട് വന്നപ്പോൾ കേവലം ഒരു സാമുദായിക പരിഷ്കരണമായി മാത്രം അതിനെ മാറ്റാതെ നമ്മുടെ സമുദായങ്ങൾ പാരമ്പര്യങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ആചാരങ്ങളിലേക്ക് മടങ്ങിപ്പോകാതെ നവോത്ഥാനത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുകയും ആധുനിക ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയും അത്യാവശ്യമായ കാര്യമാണ്. വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുക. ആദ്യമായി നിങ്ങൾ കീഴ്പ്പെടുക, ശ്രദ്ധിച്ചാൽ ആദ്യമായി നിങ്ങൾ കീഴ്പ്പെടുക സാംസ്കാരിക ഹിന്ദുത്വയ്ക്കാണ്. രണ്ടാമതാണ് നിങ്ങൾ പൊളിറ്റിക്കൽ ഹിന്ദുത്വയ്ക്ക് കീഴ്പ്പെടുന്നത്. സാംസ്കാരികമായ ഹിന്ദുത്വയ്ക്ക് നിങ്ങൾ കീഴ്പ്പെടുകയും അതിനുശേഷം നിങ്ങൾ രാഷ്ട്രീയ ഹിന്ദുത്വയ്ക്ക് കീഴ്പ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രാഹ്മണ്യം വരുന്ന വഴിയെക്കുറിച്ച്. അത് നടപ്പിലാക്കാൻ ബ്രാഹ്മണം വേണമെന്ന് മാത്രമില്ല. ആ രീതിയിലേക്ക് 100 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളും സാഫ്രണൈസേഷന് കീഴ്പ്പെട്ട് കഴിഞ്ഞു. സാംസ്കാരികമായ മേഖല, ബ്യൂറോക്രസി, സിവിൽ സർവീസ്, ഡിഫൻസ്, ജുഡീഷ്യറി, സകലവിധമായ ഭരണഘടനാ സ്ഥാപനങ്ങൾ. അതുകൊണ്ടൊരു പോസ്റ്റ് ഡെമോക്രാറ്റിക്, ഒരു പോസ്റ്റ് സെക്യുലർ അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ജനാധിപത്യം അപ്രസക്തമാകുകയും മതേതരത്വം അപ്രസക്തമാകുകയും എല്ലാം മതങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന ജുഡീഷ്യറി പോലും, തിയോക്രാറ്റിക് ജുഡീഷ്യറി എന്നുള്ള പ്രയോഗം ഡോക്ടർ മോഹൻ ഗോപാൽ സാർ ഉപയോഗിക്കാറുണ്ട്. തിയോക്രാറ്റിക് ജുഡീഷ്യറി എന്നുള്ള പ്രയോഗം. എങ്ങനെയാണ് കോടതിയിൽ നിന്ന് മതപരമായ വിധികൾ വരുന്നത്? അയോധ്യയിലെ വിധി ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള സൂററ്റിലെ വിധി ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് സമസ്ത മേഖലകളെയും സാഫ്രണൈസേഷൻ ആർന്നിറങ്ങിയിരിക്കുകയാണ്, പിടിമുറുക്കിയിരിക്കുന്ന ഒരു സവിശേഷമായ ഒരു സാഹചര്യം. അതുകൊണ്ട് തകർക്കപ്പെടേണ്ടത് സാംസ്കാരിക ഹിന്ദുത്വയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഹിറ്റ്ലറും മുസോളിനിയും
ഹിറ്റ്ലറിന്റെ മുസോളിനി കാലഘട്ടത്തിന് ശേഷം ഫാസിസം തകർന്നു. അതുപോലെയല്ല ഇവിടെ. ഹിറ്റ്ലറും മുസോളിനിയും മാറിയാൽ ജർമ്മനിയിലും ഇറ്റലിയിലും ഫാസിസം തകരും. പക്ഷേ ഇവിടെ പൊളിറ്റിക്കൽ ഹിന്ദുത്വം മാറിയാലും ഇവിടെ ഫാസിസം തകരത്തില്ല. കാരണം ഇത് കൾച്ചറിലാണ്, പൊളിറ്റിക്കൽ അല്ല. അതിൻ്റെ പേര് കാസ്റ്റാണ്. അതുകൊണ്ട് കൃത്യമായി കാസ്റ്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു തരത്തിലേക്ക് കാസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ കാൻശ്രാം അത് പറയുന്നുണ്ട്. കാസ്റ്റ് ചേഞ്ച്, കാസ്റ്റ് കൺട്രോളിനെ കുറിച്ചൊക്കെ. അധികാരം കിട്ടുമ്പോൾ എങ്ങനെയാണ് കൾച്ചർ ചേഞ്ച്, കൾച്ചർ കൺട്രോളിനെ കുറിച്ച്. അധികാരം കിട്ടുമ്പോൾ എങ്ങനെയാണ്, സ്റ്റേറ്റിൻ്റെ അധികാരം കിട്ടുമ്പോൾ എങ്ങനെയാണ് കൾച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് കൾച്ചറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ കാൻശ്രാമിൻ്റെ നിരീക്ഷണങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. അതിൻ്റെ ഒരു അക്കാദമിക് മേഖലയിലെ ഒരു പ്രയോഗമാണ് സബാൾട്ടൻ ഹിന്ദുത്വ. ഇപ്പോൾ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് സബാൾട്ടൻ ഹിന്ദുത്വ. സബാൾട്ടൻ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഹിന്ദുക്കളാണ്, നിങ്ങൾ ഹിന്ദുക്കളാണ്. ഇതെല്ലാം നിങ്ങളുടെ നിന്ന് ആരും അടിച്ചോണ്ട് പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഓമന പേരാണ് അക്കാദമി ഉപയോഗിക്കുന്നത് സബാൾട്ടൻ ഹിന്ദുത്വ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആൻറ്റി കൺവെർഷൻ ബില്ലും അടിച്ചേൽപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ BJPക്ക് ഇഷ്ടം, RSSന് ഇഷ്ടം, കന്ധമാലിലെയും മണിപ്പൂരിലെയും ഛത്തീസ്ഗഡിലെയും ക്രിസ്ത്യാനികൾ ഇഷ്ടമില്ലാത്തതിന് കാരണം എന്താ? അവർ ട്രൈബൽ ക്രിസ്ത്യൻസാണ്. അവർ ക്രിസ്ത്യാനിയിലേക്ക് മതം മാറിയാൽ കൾച്ചറൽ ഏലിയനേഷനാണ്, കൗണ്ടർ കൾച്ചറിലേക്കാണ് പോകുന്നത്. അതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്, വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് കർവാപ്പസിയുടെ രാഷ്ട്രീയം ഹോം കമ്മിങ്ങിന്റെ ഭാഗമായി പൂർവ്വ മതങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും മടങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. അപകടങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. കൊട്ടയ്ക്കകത്ത് കയറിയിരുന്നു കൊണ്ട് കൊട്ട പൊക്കാൻ ശ്രമിക്കുന്ന പരിപാടികൾ അസാധ്യമാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ കുടഞ്ഞെറിയണമെന്ന് വളരെ കൃത്യമായി ബാബാ സാഹബ് പറഞ്ഞത്, അദ്ദേഹം വിശദീകരിച്ചത്. അതിനെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ആ സമരം വളരെ ശക്തമാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിഷ്കരണം അസാധ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിജീവികൾ ബ്രാഹ്മണ്യത്തെ പരിഷ്കരിക്കാൻ, ഹിന്ദുത്വമായി പരിഷ്കരിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അൺറിപ്പയറബിൾ ആണ്. ഒരിക്കലും അത് പരിഷ്കരിക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്കാണ്. അമ്പക്ക് ബാബാ സാഹബ് ഉപയോഗിച്ച വാക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമായ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം. എന്താ ചെയ്യണമെന്ന് അത് പറഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കും. ആ രീതിയിൽ അതിനെ തകർക്കണമെന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. പൊളിറ്റിക്കൽ മെജോറിറ്റി കമ്മ്യൂണിറ്റി മെജോറിറ്റിയായി മാറിയാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ബാബാ സാഹബ് നിരീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് പ്രാന്ത ജനാധിപത്യം ഈ രാജ്യത്ത് നടപ്പിലാക്കണം. പൊളിറ്റിക്കൽ മെജോറിറ്റി കമ്മ്യൂണൽ മെജോറിറ്റിയായി മാറിയാൽ ഈ രാജ്യം അപകടത്തിലേക്ക് എത്തപ്പെടുന്നത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. ആ അവസ്ഥ അന്ന് അദ്ദേഹം വളരെ പ്രാവചനികമായ കാഴ്ചപ്പാടോട് പറഞ്ഞ കാര്യം ഇന്ന് നമ്മുടെ രാജ്യം അനുഭവിക്കുകയാണ്. അൾട്രാ നാഷണലിസം കൈയാളുന്ന ഒരു അതോറിറ്റേറിയൻ സ്റ്റേറ്റ് നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ രാജ്യം കടന്നു പോകുന്ന അവസ്ഥകൾ എത്രത്തോളം മോശകരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താ? പൊളിറ്റിക്കൽ മെജോറിറ്റി കമ്മ്യൂണൽ മെജോറിറ്റിയായി മാറിയാൽ ഈ രാജ്യത്ത് ദളിത് ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, ഭാഷാ ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമെന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു. അതുകൊണ്ടെന്താ വേണം? അതുകൊണ്ട് ഈ രാജ്യത്ത് സാമൂഹിക ജനാധിപത്യം നടപ്പിലാക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന ജാതി വളരെ കൃത്യമായി തകർക്കപ്പെടണം, അതിനെ മറികടക്കണം. ഇവിടെ പ്രാതിനിധ്യ ജനാധിപത്യം ഉണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതികമായി തുല്യമായി രാജ്യത്തിൻ്റെ വിഭവങ്ങളും അധികാരങ്ങളും പങ്കുവെക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് വർത്തമാനകാല പ്രതിസന്ധിയുടെ രാഷ്ട്രീയ പരിഹാരം എന്ന് പറയുന്നത് കൃത്യമായി സാംസ്കാരികമായ ഹിന്ദുത്വയെ പരാജയപ്പെടുത്തുകയും അതിൻ്റെ അടിവേരായ വർഗീയതയുടെ ഫാസിസത്തിന്റെ അടിവേരായ ജാതിയെ വളരെ കൃത്യമായി പരാജയപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തുകൊണ്ട് ജാതി വിരുദ്ധമായ സമരത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ പോയിക്കൊണ്ട് ഒരു നെപ്പോട്ടിസം ഫ്രീ സ്പേസ്, അതാണ് ഇവിടെ പറഞ്ഞത്, അതാണ് ഇവിടുത്തെ സെമിനാറിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. ഒരു നെപ്പോട്ടിസം ഫ്രീ സ്പേസ് ഉണ്ടാകുന്ന തരത്തിലേക്ക് പ്രാദേശിക ജനാധിപത്യത്തെ കൃത്യമായി നമ്മുടെ നാട്ടിൽ സജീവമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചർച്ചകൾ
ഇനിയും ഉണ്ടായി വരേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതിനുവേണ്ടി ചർച്ചകൾ കൂടുതൽ പ്രയോജനപ്പെടണം. അത് വരുന്നതോടുകൂടി ഒത്തിരി അത് ഭയക്കുന്ന ആൾക്കാരുണ്ട്. ഭയക്കുന്നതിൻ്റെ കാരണം എന്താ? അധികാരം വിട്ടുകൊടുക്കേണ്ടി വരും, ജോലി വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള വളരെ വ്യാജമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന അധികാരവും ജോലിയൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും. ഭൂരിപക്ഷ ഹിന്ദുത്വം എന്ന് പറയുന്ന ആ വ്യാജ അവകാശവാദം പൊളിയും. സംവരണം എന്ന് പറയുന്ന സംവരണം എന്ന് പറയുന്ന പ്രയോഗങ്ങളൊക്കെ അസ്ഥാനത്താകും. ശക്തമായി OBC രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വലിയ ഇമ്പാക്റ്റുകളുണ്ടാകും. അതുകൊണ്ട് വളരെ കൃത്യമായി ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും അതിൻ്റെ ഗുണപരമായ പുരോഗമനപരമായ മാറ്റങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ചർച്ചകൾ കൂടുതലായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ സെമിനാറിനും ഇടയായി തീരട്ടെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരാനും ഞങ്ങളുടെ സംസാരിക്കാനും അവസരമുണ്ടാക്കിയ ഈ കൂട്ടായ്മയുടെ പ്രായോജികരോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.